കാലചക്രം വീണ്ടും പുതിയ ഒരു അധ്യായത്തിലേക്ക് തുറക്കുകയാണ്. ഗ്രഹങ്ങളുടെ ഗതിയും നക്ഷത്രങ്ങളുടെ സ്പന്ദനവും മനുഷ്യ ജീവിതത്തിന്റെ വഴിത്തിരിവുകളും എല്ലാം ചേർന്ന് എഴുതപ്പെടുന്ന ഒരു പുതിയ മാസത്തിന്റെ തുടക്കമാണ്. കൊല്ലവർഷം 1201 മിഥുന മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം പരിശോധിക്കുന്നത്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഋഷിപ്രോക്തത്തിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആർക്കാണ് ഈ വരുന്ന മാസത്തിൽ ഭാഗ്യത്തിന്റെ വാതിലുകൾ തുറക്കുന്നത്? ആർക്കാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുക? ആർക്കാണ് തൊഴിലിൽ നേട്ടങ്ങൾ ഉണ്ടാകുക? ആർക്കാണ് ജാഗ്രത ആവശ്യമായിട്ടുള്ളത്? സമ്പത്ത്, ആരോഗ്യം, കുടുംബം, വിദ്യാഭ്യാസം, വിദേശയോഗം, സന്താന ഭാഗ്യം എന്നിവയെല്ലാം നമുക്ക് വിശദമായിട്ട് അറിയാം. കാലഹ കലയതി ഗച്ഛത്യായു, കാലം കടന്നു പോകുന്നു, ജീവിതം മുന്നോട്ട് സഞ്ചരിക്കുന്നു. എന്നാൽ പ്രതീക്ഷയുടെ കാറ്റ് ഒരിക്കലും നിലയ്ക്കുന്നില്ല. ആത്മീയതയുടെ പ്രകാശത്തിലേക്ക്, ജ്യോതിഷ സത്യങ്ങളുടെ ലോകത്തിലേക്ക് നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി യാത്ര ചെയ്യാം. ആദ്യം നമുക്ക് മേടക്കൂറുകാരുടെ ഫലത്തെ പറയാം. മേടക്കൂറിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ്. അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സംഭവിക്കുന്നതാണ്. പ്രവർത്തന മേഖലയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന കാര്യങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ പുരോഗമിക്കുന്നതാണ്. പുതിയ വീട് സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ തുടരും. ചിലർക്ക് പുതിയ വാഹനങ്ങളൊക്കെ ലഭിക്കാനുള്ള യോഗവും ഉണ്ടാകും. വിദ്യാഭ്യാസം, ഗവേഷണം, മത്സര പരീക്ഷകൾ എന്നിവയിലൊക്കെ തിളങ്ങാൻ സാധിക്കുന്നതാണ്. സാമ്പത്തിക പുരോഗതി പ്രകടമാകുന്നതാണ്. കുടുംബജീവിതം സന്തോഷകരമാകുന്നതാണ്. ദൂരയാത്രകളും തീർത്ഥയാത്രകളും ഒക്കെ ചെയ്യാൻ സാധിക്കും. ഉദ്യോഗിനം പുരുഷസിംഹം ഉപൈതി ലക്ഷ്മി, പ്രയത്നശീലരെയാണ് ലക്ഷ്മി ദേവി കടാക്ഷിക്കുക. പുതുവഴികൾ തുറക്കുന്ന വേളയിൽ ധൈര്യമാണ് ദീപമായി മാറുന്നത്. ഇനി നമുക്ക് ഇടവം രാശിക്കാരുടെ, ഇടവക്കൂറുകാരുടെ മിഥുന മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. ഇടവക്കൂറിൽ വരുന്നത് കാർത്തികയുടെ മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. ഈ മാസം നേട്ടങ്ങൾ ലഭിക്കാൻ കൂടുതൽ അധ്വാനം വേണ്ടി വന്നേക്കാം. ചില സാമ്പത്തിക ഞെരുക്കങ്ങൾ അനുഭവപ്പെടാം. പുതിയ സംരംഭങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒഴിവാക്കുക. വിദ്യാർത്ഥികൾ പഠനകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. ഭൂമി, വീട്, വാഹനം എന്നിവയൊക്കെ വാങ്ങുന്നവർ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. കുടുംബത്തിൽ സന്തോഷ വാർത്തകൾ ഉണ്ടാകുന്നതാണ്. പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ മുടങ്ങാതെ നടത്തുക. ധനമൂലം ഇതം ജഗത്, സാമ്പത്തിക സ്ഥിരതയാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ മിഥുന മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. മിഥുനക്കൂറിൽ വരുന്നത് മകയിരത്തിന്റെ രണ്ടാം പകുതി, തിരുവാതിര, പുണർദത്തിന്റെ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. മിഥുനക്കൂറുകാർക്ക് ഈ മാസം ഭാഗ്യം ഒപ്പം ഉണ്ടാകുന്ന സമയമാണ്. വരുമാനത്തിൽ ശ്രദ്ധേയമായ വർധന ഉണ്ടാകുന്നതാണ്. തൊഴിലിൽ ഉത്തരവാദിത്തങ്ങളും അംഗീകാരവും ലഭിക്കുന്നതാണ്. പുതിയ ബിസിനസ് കരാറുകളൊക്കെ ലഭിക്കുന്നതാണ്. ഉപരിപഠനത്തിനുള്ള അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കുടുംബത്തോടൊപ്പം ഉല്ലാസയാത്രകൾ നടത്താൻ അവസരങ്ങൾ ലഭിക്കും. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റ സാധ്യതയുണ്ട്. ദീർഘകാല സ്വപ്നങ്ങൾ സഫലമാകുന്നതാണ്. മക്കളുടെ നേട്ടങ്ങളിൽ അഭിമാനിക്കാവുന്ന നിമിഷങ്ങൾ ഉണ്ടാകും. കർമ്മണ്യവാധികാരസ്ഥേ മാ ഫലേഷു കഥാചന, പ്രവർത്തനമാണ് നമ്മുടെ ധർമ്മം എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. വിജയം ഉണ്ടാകും. ഇനി കർക്കിടകക്കൂറുകാരുടെ മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കർക്കിടകക്കൂറിൽ വരുന്നത് പുണർദത്തിന്റെ കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ്. കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് പ്രതിസന്ധികളെ അതിജീവിക്കേണ്ടി വരുമെങ്കിലും വിജയമാണ് അവസാനത്തെ ഫലം. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കാൻ സാധിക്കും. അവിവാഹിതരുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്ന മാസമാണ്. ആത്മീയതയിലേക്ക് ആകർഷണം വർദ്ധിക്കും. ഗുരുക്കന്മാരുടെ അനുഗ്രഹം ലഭിക്കും. വിദ്യാഭ്യാസ രംഗത്തും നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള സാഹചര്യങ്ങൾ വരും. പുതിയ ബിസിനസ്സുകളൊക്കെ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. അറിവിന്റെ പ്രകാശം ലഭിക്കുമ്പോൾ ജീവിതത്തിന്റെ ഇരുട്ടറകൾ മാറി മറിയും. ഇനി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ മിഥുനമാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലം നോക്കാം. ചിങ്ങക്കൂറിൽ വരുന്നത് മകം, പൂരം, ഉത്രം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് ഉയർച്ചകൾ ഉണ്ടാകുന്ന മാസമാണ്. എന്നാൽ അപ്രതീക്ഷിത ചെലവുകൾ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. ധാരാളം യാത്രകൾ ആവശ്യമായി വരും. നഷ്ടസാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുക. മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. പുതിയ വീട്ടിലേക്ക് താമസം മാറ്റാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് മികച്ച വിജയം ലഭിക്കുന്നതാണ്. ആരോഗ്യം പരമം ഭാഗ്യം. ചിങ്ങക്കൂറുകാർ ആരോഗ്യകാര്യത്തിൽ പൂർണ്ണ ശ്രദ്ധ കൊടുത്ത് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. ഇനി കന്നിക്കൂറുകാരുടെ മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. കന്നിക്കൂറിൽ വരുന്ന ഉത്തരത്തിന്റെ മുക്കാൽ ഭാഗം, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്.
ദീർഘകാലമായി കാത്തിരുന്ന കാര്യങ്ങൾ കന്നിക്കൂറുകാർക്ക് സഫലമാകുന്ന മാസമാണ്. പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റവും സാമ്പത്തിക പുരോഗതിയും ലഭിക്കുന്ന മാസമാണ്. ബിസിനസ് കൂടുതൽ ലാഭകരമാകുന്ന മാസമാണ്. പുതിയ വാഹനം സ്വന്തമാക്കാൻ യോഗമുണ്ട്. സോഷ്യൽ മീഡിയ, കല, എഴുത്ത് തുടങ്ങിയ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ ലഭിക്കുന്ന മാസമാണ്. അകന്നു കഴിഞ്ഞവർ ഒന്നിച്ചു ചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. വാക്കുകൾ ചിലപ്പോൾ വാളാകാം, ചിലപ്പോൾ അത് ജീവിതത്തിൽ ആശ്വാസമാകാം. അതുകൊണ്ട് തന്നെ വാക്കുകൾ ശ്രദ്ധിച്ച് പ്രയോഗിക്കുക, ജീവിതം വിജയത്തിലേക്ക് പോകുന്നതാണ്. ഇനി തുലാക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ നോക്കാം. തുലാക്കൂറിൽ വരുന്നത് ചിത്തിരയുടെ 2ാം പകുതി, ചോതി, വിശാഖത്തിന്റെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. തുലാക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽ രംഗത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലി ലഭിക്കുന്നതാണ്. സർക്കാർ ജീവനക്കാർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. പഴയ നിക്ഷേപങ്ങളിൽ നിന്ന് ലാഭം ലഭിക്കുന്നതാണ്. പങ്കാളിത്ത ബിസിനസ്സിൽ വളർച്ച നേടുന്നതാണ്. സാമ്പത്തിക പുരോഗതി അപ്രതീക്ഷിതമായി വർദ്ധിക്കാം. മക്കളുടെ ജീവിതത്തിൽ വിജയമുണ്ടാകും. മക്കളുടെ വിജയത്തിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ എന്നാൽ ശ്രദ്ധ ചെലുത്തേണ്ട സമയമാണ്. സന്തോഷ പരമം സുഖം. സംതൃപ്തിയാണ് ഏറ്റവും പരമമായ സന്തോഷം നമുക്ക് തരിക. സംതൃപ്തമായി മുന്നോട്ട് പോവുക, മനസ്സിനെ സംതൃപ്തമാക്കി മുന്നോട്ട് പോവുക, വിജയമുണ്ടാകും. ഇനി വൃശ്ചികം രാശിക്കാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. വൃശ്ചികക്കൂറിൽ വരുന്നത് വിശാഖത്തിന്റെ 1/4 ഭാഗം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ്. വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ഈ മാസം ഭാഗ്യം ശക്തമായി മാറുന്ന സമയമാണ്. ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വന്നത്. സാമ്പത്തിക പുരോഗതി ഉറപ്പാകും. ദീർഘകാലമായി ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അവസരങ്ങൾ ലഭിക്കുന്നതാണ്. സന്താന ഭാഗ്യത്തിനും സാധ്യതയുണ്ട്. എതിരാളികളെയൊക്കെ വശത്താക്കാൻ സാധിക്കുന്നതാണ്. തീർത്ഥയാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ആത്മവിശ്വാസം പൊതുവെ വർദ്ധിക്കുന്ന മാസമാണ്. കൊടുങ്കാറ്റ് വീശിയാലും ആഴമുള്ള വേരുകൾ തളരില്ല. ഈ മാസം നിങ്ങൾക്ക് അത്തരത്തിൽ ആഴത്തിൽ ഊന്നിയ ദൈവിക സംരക്ഷണമുള്ള മാസമാണ്. അത് പ്രയോജനപ്പെടുത്തുക. ഇനി നമുക്ക് ധനുക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. ധനുക്കൂറിൽ വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം, കാൽ എന്നീ നക്ഷത്രങ്ങളാണ്. ധനുക്കൂറുകാരെ സംബന്ധിച്ച് ചില കാര്യങ്ങളിൽ ഭാഗ്യദോഷങ്ങൾ മൂലം തടസ്സങ്ങൾ ഉണ്ടാകാം. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നത് ഒഴിവാക്കുക. പണമിടപാടുകളിൽ ജാഗ്രത ആവശ്യമാണ്. അപകട സാധ്യതയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക. മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ ആവശ്യമാണ്. അതേസമയം വിദേശയാത്രയ്ക്കും വിദേശ ജോലികൾക്കുമൊക്കെ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം കൂടിയാണ്. ആത്മീയതയിലേക്ക് ആകർഷണം വർദ്ധിക്കുന്ന സമയമാണ്. യോഗ കർമ്മസു കൗശലം എന്നാണ്. യോഗം ജീവിതത്തിൽ സമത്വം നൽകുന്നു. പ്രാണായാമം, മെഡിറ്റേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ശീലമാക്കുക. ഇനി മകരക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മകരക്കൂറിൽ വരുന്നത് ഉത്രാടത്തിന്റെ 3/4 ഭാഗം, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ്. മകരക്കൂറുകാരെ സംബന്ധിച്ച് പല പ്രശ്നങ്ങൾക്കും പരിഹാരം ലഭിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക ബാധ്യതകൾ കുറയും. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും. തൊഴിലിൽ സ്ഥിരത ലഭിക്കുന്ന സമയമാണ്. മുടങ്ങിക്കിടന്ന കാര്യങ്ങൾ വീണ്ടും ആരംഭിക്കും. ആരോഗ്യനില പൊതുവെ മെച്ചപ്പെടുന്നതാണ്. സന്താനങ്ങൾ മൂലം സന്തോഷിക്കാൻ അവസരങ്ങൾ ഉണ്ടാകും. തീർത്ഥയാത്രകൾ നടത്തുന്നതിനും വിവാഹം നടക്കുന്നതിനുമൊക്കെയുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഇനി കുംഭക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. കുംഭക്കൂറിൽ വരുന്നത് അവിട്ടത്തിന്റെ 2ാം പകുതി, ചതയം, പൂരിട്ടാതിയുടെ 3/4 ഭാഗം എന്നീ നക്ഷത്രങ്ങളാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ മന്ദഗതിയിലാകുന്നതായി അനുഭവപ്പെട്ടേക്കാം. കൂടുതൽ പരിശ്രമിച്ചാൽ മാത്രമേ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. സാമ്പത്തിക ക്ലേശങ്ങളും ഉണ്ടാകാം. എതിരാളികളൊക്കെ ശക്തമാകാം. വിദ്യാർത്ഥികളായിട്ടുള്ള കുംഭക്കൂറുകാർ അലസത ഒഴിവാക്കുക. സന്താനങ്ങൾ മൂലം ചില ബുദ്ധിമുട്ടുകളും ഉണ്ടാകാം. ആരോഗ്യ സംരക്ഷണത്തിലും ജാഗ്രത പുലർത്തുക. ശരീരമാദ്യം ഖലുധർമ്മ സാധനം എന്നാണ്. ശരീരമാണ് എല്ലാ ധർമ്മപ്രവർത്തികളുടെയും ആധാരം. ശരീരം ശ്രദ്ധിക്കുക. മറ്റെന്ത് നേടിയിട്ടും കാര്യമില്ല. ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിൽ ഈ മാസം ശ്രദ്ധ പുലർത്തുക. ഇനി നമുക്ക് മീനക്കൂറുകാരുടെ വരുന്ന മിഥുനമാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ നോക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ 1/4 ഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. മീനക്കൂറുകാരെ സംബന്ധിച്ച് പുതിയ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ സ്വന്തം ചുമലിൽ ഏറ്റെടുക്കേണ്ട സാഹചര്യങ്ങൾ വരും. സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുന്നതാണ്. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുകൂല സമയമാണ്. സന്താനങ്ങൾക്ക് ഭാഗ്യം തെളിയുന്ന സമയമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും പുണ്യകർമ്മങ്ങളിൽ പങ്കെടുക്കാനും ചെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും.
ഉന്നത വ്യക്തികളുടെ സഹായങ്ങൾ ലഭിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നതാണ്. മാനസിക സമാധാനം കൈവരിക്കാനായി യോഗയും ധ്യാനവും ശീലമാക്കുക. മനസ്സ് ശാന്തമായാൽ വിധിയും അനുകൂലമാകും. ഇത് മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കുക. വിജയം നിങ്ങളോടൊപ്പം ഉണ്ടാകും. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗ്രഹങ്ങൾ വഴികാട്ടും, നക്ഷത്രങ്ങൾ സൂചന നൽകും. എന്നാൽ ജീവിതത്തിന്റെ യഥാർത്ഥ ദിശ നിർണയിക്കുന്നത് നിങ്ങളുടെ കർമ്മങ്ങളാണ്. നിങ്ങൾ സ്വയം ഉയർത്തുക, സ്വയം തളരാൻ അനുവദിക്കാതിരിക്കുക. ഐശ്വര്യം, ആരോഗ്യം, സാമ്പത്തിക സമൃദ്ധി, കുടുംബ സൗഖ്യം, ആത്മീയമായിട്ടുള്ള ഉണർവ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. ഇനിയും തുടർന്നുള്ള ദിവസങ്ങളിൽ മറ്റ് നക്ഷത്ര വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.